ലങ്സിൽ ക്യാൻസർ ആയിരുന്നു. അത് ഒരുപാട് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 4th സ്റ്റേജായി. പിന്നെ ഒരു 6-7 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിച്ച ഞങ്ങൾ കോയമ്പത്തൂർ ഇരിക്കുമ്പോഴായിരുന്നു. അപ്പോൾ അവനവിടെ സ്കൂള് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ സെപ്റ്റംബറിലാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത്. ആ സെപ്റ്റംബറിലാണ് അഭിഷേകിൻ്റെ ബർത്ത്ഡേയും വരുന്നത്. അതിന് 1 മാസം മുന്നെയാണ് മരിക്കുന്നത്. 4th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരായിരുന്നു. അവൻ്റെ അമ്മയ്ക്ക് അസുഖമായിരുന്നു. 3rd സ്റ്റാൻഡേർഡിൽ വെച്ച അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ അവൻ സന്തോഷവാനായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. 3rd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴും അവനത് ഉൾക്കൊള്ളാൻ പറ്റി. എനിക്ക് അമ്മയില്ല, അമ്മ മരിച്ചു എന്നാ. പക്ഷേ അവന് ഏറ്റവും സങ്കടം അവനെ ഇളയ കുട്ടിയെക്കുറിച്ചായിരുന്നു. അവനെ ഇപ്പം 3rd സ്റ്റാൻഡേർഡ് വരെ സ്കൂളിൽ വിട്ടത് അവൻ്റെ അമ്മയാണ്. അപ്പം അതുണ്ട്. അപ്പം ഇളയ കുട്ടി എങ്ങനെ, അവൾക്കൊരാഗ്രഹമില്ലേ? ഒരു ലെറ്റർ എസ് ഓർ നോയില് ഒതുക്കാം എന്ന് പറഞ്ഞ ലെറ്ററാന്ന് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞപ്പോൾ ലാലേട്ടന് പോലും അത്രയും വിഷമം ഉണ്ടാക്കിയ ഒരു എപ്പിസോഡ് തന്നെ ആയിരുന്നു. ആ ഒരു ലെറ്ററിൽ ഇത്രയും എഴുതിപ്പുള്ള അങ്കിളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അറിഞ്ഞിരുന്നില്ല ഇവന് ഉള്ളിൽ ഇത്രയും വിഷമങ്ങളും ദുഃഖങ്ങളും ഇത്രയും ഓർമ്മകൾ വെച്ചിട്ടുണ്ടെന്ന് എനിക്കല്ല. ഞാനും ആ ലെറ്റർ വായിക്കുമ്പോഴാണ് മനസ്സിലാക്കിയത് ഇവൻ ഇത്രയേ ഉള്ളൂ. കാരണം എവിടെയെങ്കിലും എക്സാമിനൊക്കെ പോകുമ്പോഴേ ഞാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കേടാ നീ അമ്മയുടെ ഫോട്ടോ നോക്കി തൊഴുതെന്ന് നോക്കുമ്പോൾ ഒന്നും മിണ്ടില്ല. അപ്പോൾ ഞാൻ അവരൊക്കെ മറന്നു കാണും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അത് പുറത്തവൻ പ്രകടിപ്പിക്കാറുമില്ല. ഉള്ളിലുണ്ടായിരുന്നുള്ള ആ ലെറ്റർ വായിച്ചപ്പോഴാണ് ഇത്രയും സങ്കടവും ദുഃഖങ്ങളും ഈ ഒരു നഷ്ടബോധം അവൻ്റെ ഉള്ളിലുണ്ടെന്ന്. അവൻ്റെ അമ്മയുടെ പേരിലാണ് ഞാനത് തുടങ്ങിയത്. അനി എന്നാണ് അവൻ്റെ അമ്മയുടെ പേര്. അത്രയേ ഉള്ളൂ. അത് കല്യാണം വരെ അവരുടെ മാര്യേജ് വരെ അവരെ വീട്ടിൽ വിളിച്ചിരുന്ന അനിക്കുട്ട എന്നാണ്. അവർക്ക് 3 പെൺപിള്ളേരാണ്. ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പം ആണില്ലാത്തതുകൊണ്ട് വിളിച്ച് ചുണക്കുട്ടിയായതുകൊണ്ട് അവരെല്ലാം അനിക്കുട്ട എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ പേര് മറ്റേ അനി ശ്രീകുമാർ എന്നാക്കി. ഇപ്പം പിന്നെ മരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് ബിസിനസ് പേരിടുന്ന അനി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നാണ്. അവന് സിമ്പതിയോ അല്ലെങ്കിൽ അവരുടെ അനുകമ്പ അങ്ങനെ കിട്ടത്തക്കവണ്ണമുള്ള ഒരു കാര്യം ആരോടും പറയാറുമില്ല. എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ പേരോണ്ട് 18 വർഷത്തോളം ആവുന്നു. ഓരോ വർഷമാകുമ്പോഴും ഞാൻ പറയടാ, ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിലും ഈ മൊബൈലിൽ വാട്സപ്പിലും ഇടുമല്ലോ നഷ്ടമോ ഇങ്ങനെ ആദരാജ്ഞ ഇത് അങ്ങനെയൊക്കെ അമ്മയെക്കുറിച്ചൊന്ന് ഇടാമെന്ന് പറഞ്ഞാൽ വേണ്ട, ആരെ അറിയിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. മരിച്ചത് നഷ്ടവും നമുക്ക് തന്നെയുള്ളൂ. അത് നമ്മുടെ ഉള്ളിലിരിക്കട്ടെ. അവൻ്റെ അമ്മയുടെ ആ പേര് കളഞ്ഞില്ല. ഇപ്പം ചിലർ പറയുമല്ലോ അമ്മ മരിച്ചു അതുകൊണ്ട് അവൻ വഴിതെറ്റിപ്പോയത്. അതാണ് അവനത് പറയുന്നത്, വഴിതെറ്റിപ്പോയത്. പക്ഷെ അതവൻ കളഞ്ഞില്ല. ആ അമ്മയ്ക്ക് പേരുദോഷം വരുത്തുന്നത് അവൻ വിചാരിച്ചു. അതിനനുസരിച്ചാണ് അവൻ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മമാരെല്ലാം അവനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട് അവിടെ വരുന്നവർ. കാരണം ആ സങ്കടം അവന് വന്ന് അവരുടെ മക്കളെ കെട്ടിപ്പിടിക്കാൻ അവനെ മനസ്സ് നോവരുതെന്നുള്ള ഇതുകൊണ്ട് വിഷമിക്കുന്നതുകൊണ്ട് അവർ അവനെ നല്ല രൂപത്തിൽ യെല്ലോ കാർഡ് കണ്ടപ്പോൾ മകൾ പറഞ്ഞു, അച്ഛൻ്റെ മകൻ യെല്ലോ കാർഡ് കിട്ടി, ഇനി കൂടുതൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല, ഈ ആഴ്ച തന്നെ ഇങ്ങ് വരും എന്നപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. എന്നിട്ട് ഞാനത് ഉള്ളിൽ ഒതുക്കിയിട്ട് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോം അല്ലേ, അതിൽ ഒരു ദിവസമെങ്കിലും അവന് ആ യെല്ലോ കാർഡ് കൊടുത്തപ്പോൾ ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ അന്നേരം തന്നെ ഇറങ്ങിപ്പോരും. കാരണം നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അവൻ ഇങ്ങനെ തന്നെ അനങ്ങിയിട്ടില്ല. ഞാൻ വെച്ച് ചിലപ്പം കരയാം. പോകുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് അതിനകത്ത് കരഞ്ഞ് കാണിക്കാനോ അങ്ങനെ സിമ്പതി അങ്ങനെയുള്ള പിന്നെ മറ്റേ ലേഡി ഇഷ്ടംപോലെ എല്ലാം മിക്സഡ് ആണല്ലോ. അപ്പോൾ അതിലുള്ള ആ വഴിതെറ്റുള്ള ഇതൊന്നും പോരുത്, ആൾക്കാരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പക്ഷെ അത് ഇതുവരെ അവൻ അങ്ങനെ തന്നെ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ദൂരത്ത് നമുക്ക് അവിടെ ചെന്ന് ഇത്രയും പ്രേക്ഷകർ കാണാൻ നമുക്ക് അവനോട് സംസാരിക്കാനും എല്ലാം പറ്റിയത്. അത് അവന് കൂടെ ആയതിൽ വളരെ സന്തോഷം. അവൻ്റെ പേരിലാണല്ലോ, അഭിഷേകിൻ്റെ അച്ഛൻ എന്നുള്ള ഇതിലാണല്ലോ ഞാൻ അറിയപ്പെടുന്നത്. അതിൽ വളരെ സന്തോഷം. കടപ്പ മഴവിൽ കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റൻ്റായ അഭിഷേക് ശ്രീകുമാറിൻ്റെ വീട്ടിലാണ്. അഭിഷേകേട്ടൻ്റെ ഫാദറാണ് എൻ്റെ കൂടെ ഉള്ളത്. അച്ഛാ നമസ്കാരം. അഭിഷേകേട്ടൻ എങ്ങനെയാണ് വീട്ടിലൊക്കെ? വീട്ടിൽ അങ്ങനെ കോമൺ ആയിട്ട് പോകും, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവൻ്റെ സ്വപ്നം എപ്പോഴും ഒരു ഫിലിം ആവണമെന്നുള്ള ഇതാണ്, ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയുള്ള ശ്രമം. ഇത്രയും പഠിച്ചിട്ടും എല്ലാവരും പറയും എന്താ ജോലിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമമായിരുന്നു. ലാസ്റ്റ് ഒരു 1-2 ഫിലിമിലുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഓഡീഷനിൽ കൂടാണ് ഇപ്പോൾ ഇതിൽ ബിഗ് ബോസ് സീസൺ 6 കയറിയത്. അഭിഷേകേട്ടൻ പറയാറുണ്ട് അച്ഛൻ ഭയങ്കര സ്ട്രോങ് ആണ്, നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് പറയാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ശരിക്കും? അച്ഛൻ മകനാണോ ശരിക്കും? അങ്ങനെയല്ല, അവൻ എന്ത് പറഞ്ഞാലും ഞാൻ അതിന് അധികം എതിര് നിൽക്കാറില്ല, സമ്മതിച്ചു കൊടുക്കും. പിന്നെ ആദ്യം ഞാൻ എതിർപ്പ് പറഞ്ഞു പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അച്ഛാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ശരി അവൻ്റെ ആഗ്രഹമല്ലേ, കാരണം നമ്മൾ അവരെ
ഇത് ചെയ്തിട്ട് അവർ ആ വഴിക്ക് വന്നില്ലെങ്കിൽ പിന്നെ അവരുടെ മനസ്സ് ഉള്ളിൽ എപ്പോഴും ഈ ഒരു ആഗ്രഹമല്ലേ കിടക്കുന്നത്. അപ്പോൾ അതിനെതിരെ നിൽക്കേണ്ട, അവൻ്റെ ആഗ്രഹപ്രകാരം പൊയ്ക്കോട്ടെ. ശരി, എന്നാൽ ഇത്രയും കുറച്ച് വയസ്സല്ലേ ആയുള്ളൂ, അപ്പോൾ എവിടെ വരെ പോകുന്ന സമയമുണ്ടല്ലോ, ടൈമുണ്ടല്ലോ. അതുകൊണ്ട് അതിന് വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് അവൻ്റെ ശ്രമഫലമാണ് ഇപ്പോൾ ഈ ഒരു വിജയം കണ്ടത്. ഈ ബിഗ് ബോസിൽ വരാൻ ഓഡിഷൻ വഴി കയറി എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ, ബിഗ് ബോസിൽ കയറണം എന്നുള്ള ഒരു ആഗ്രഹം? ഇല്ല, ഈ അടുത്ത സമയത്ത് സീസൺ 6 തുടങ്ങുന്ന ഒരു 6 മാസം മുന്നെയാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു ആഗ്രഹമുണ്ട്, എങ്ങനെ പറ്റും. ഞാൻ പറഞ്ഞു നിൻ്റെ ശ്രമഫലം കൊണ്ട്. അപ്പോൾ അങ്ങനെയാണോ അവനും ആ സമയത്ത് 1-2 ചെറിയ ഫിലിമിലൊക്കെ ചെറിയ ചെറിയ റോളുകൾ വരാനും കിട്ടാനും, അപ്പോൾ അതിൻ്റെ ഓഡീഷൻ സമയത്ത് എറണാകുളത്ത് പങ്കെടുക്കാനൊക്കെ പറ്റി. അത് അവൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്. ശരിക്കും പുള്ളിക്കാരൻ ആദ്യം കയറിയ സമയത്ത് തന്നെ ഒരു എന്താ പറയുക, കൺഫ്യൂസ്ഡ് ആയിരുന്നു എങ്ങനെയായിരിക്കും. കാരണം വൈൽഡ് കാർഡ് എൻട്രി ആണല്ലോ. കാരണം കുറേ എപ്പിസോഡ് കഴിഞ്ഞ് പിന്നെ കയറുകയാണ്, എങ്ങനെയാണ് ആൾക്കാർ അതിനെ എടുക്കുക എന്നറിയില്ല. അപ്പോൾ അങ്ങനെ കയറിയ സമയത്ത് ഫസ്റ്റ് ആളുടെ ഒരു എന്താ പറയുക, ആളുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇങ്ങനെ അറിയാലോ, ഒരു യെല്ലോ കാർഡ് കൊടുത്ത് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷെ അതിനുശേഷം ഒരുപാട് ഫാൻസ് കയറിയിട്ടുണ്ട്, ആളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ അങ്കിൾ വിചാരിച്ചിരുന്നോ ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന്? ഇല്ല, യെല്ലോ കാർഡ് കണ്ടപ്പോൾ ഞാൻ സത്യം മകൾ പറഞ്ഞു, അച്ഛൻ്റെ മകൻ യെല്ലോ കാർഡ് കിട്ടി, ഇനി കൂടുതൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല, ഈ ആഴ്ച തന്നെ ഇങ്ങ് വരും എന്നപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. എന്നിട്ട് ഞാനത് ഉള്ളിൽ ഒതുക്കിയിട്ട് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോം അല്ലേ, അതിൽ ഒരു ദിവസമെങ്കിലും അവന് അതിൽ കയറാൻ പറ്റിയല്ലോ, അത് തന്നെ വളരെ സന്തോഷം. പിന്നെ അത് നിൽക്കുന്നതും പിന്നെ അതിൽ തുടർന്ന് കിട്ടുന്നതും അവൻ്റെ ഭാഗ്യം പോലിരിക്കും എന്ന് പറഞ്ഞു. ശരിക്കും നല്ലൊരു സപ്പോർട്ടറും കൂടിയായിരുന്നു അച്ഛൻ. ആയിരുന്നു. അവനൊന്നും എതിർപ്പ് ഞാൻ നിൽക്കാറില്ല, കാരണം അവൻ്റെ സാഹചര്യം, വളർന്നു വന്ന സാഹചര്യം അതായിരുന്നു. കാരണം മറ്റു കുട്ടികളുടെ മാതിരി അല്ല, അവൻ്റെ സാഹചര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അതിന് നമ്മളിൽ നിന്നൊരു നിരാശ അവന് വേണ്ട എന്ന് കരുതി. ആ സാഹചര്യങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം അച്ഛൻ. അപ്പം അങ്ങനെ നോക്കുമ്പം എങ്ങനെയായിരുന്നു ചെറുതിലുള്ള ഒരു അഭിഷേക് എന്ന് പറയുന്നത്? കുഞ്ഞിലുള്ള അഭിഷേക് വാശി പിടിക്കാറുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും? വാശില്ല. അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ട് അവന്. അന്നേരം ആ കുട്ടികളുടേതായ ഒരു ഇതൊക്കെ ആ ചെറിയ വയസ്സിലുള്ള ഒരു ശീലങ്ങളൊക്കെ ഉള്ളൂ. അവൻ സ്കൂളിൽ പോകുമ്പോൾ അവൻ്റെ അമ്മയുണ്ട്. സ്കൂളിൽ പോകുമ്പം കുറച്ച് ചെറിയ വയസ്സിൽ സ്കൂളിൽ പോകാൻ മടിയായിരുന്നു. ഓരോ ദിവസം ഓരോ റീസൺ പറഞ്ഞ് കാലുവേദന കൈവേദന എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആദ്യം അവന് 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരായിരുന്നു. അന്നേരം അവൻ്റെ അമ്മയ്ക്ക് അസുഖം വരുന്ന 3rd സ്റ്റാൻഡേർഡിൽ വെച്ച അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ അവൻ സന്തോഷവാനായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എങ്കിലും സ്കൂളിൽ പോകാൻ മടിയായിട്ടുള്ള ഒരു അഭിഷേകമായിരുന്നു ശരിക്കും. ഓക്കെ, നമ്മള് അമ്മയ്ക്ക് അസുഖം എന്ന് പറഞ്ഞല്ലോ അങ്കിള്, എന്താണ് ശരിക്കും ആന്റിക്ക് പറ്റിയിരുന്നത്? അത് ലങ്സിൽ ക്യാൻസർ ആയിരുന്നു. ഒരുപാട് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 4th സ്റ്റേജായി. പിന്നെ ഒരു 6-7 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തുള്ളൂ. അത് കണ്ടുപിടിച്ച് ഞങ്ങൾ കോയമ്പത്തൂർ ഇരിക്കുമ്പോഴായിരുന്നു. അപ്പോൾ അവൻ അവിടെ സ്കൂള് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഞങ്ങളുടെ റിലേഷനുണ്ട്, വൈഫിൻ്റെ തന്നെ അമ്മാവനും അമ്മ അവിടെ ഉണ്ട്, അവരുടെ വീട്ടിലും. പിന്നെ ഞങ്ങളുടെ അടുത്ത് അവൻ്റെ ഫ്രണ്ട്, അവൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വീടുണ്ട്, അവിടെയും. 2 വീട്ടിലും മാറി മാറി നിന്നാണ് ആ വർഷം അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോഴേ എൻ്റെ കൂടെ 2 ദിവസം ഞങ്ങളുടെ സ്വന്തം വീടായിരുന്നു, വീട്ടിൽ നിൽക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ആ വർഷം അവിടെ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അമ്മ ഒക്ടോബർ മാസമാണ്, ഒക്ടോബർ തോന്നുന്നു, ഒക്ടോബറിലാണ് മരിക്കുന്നത്. കാരണം അത് ഒക്ടോബർ ഓർക്കാൻ കാരണം സെപ്റ്റംബറിലാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത്. ആ സെപ്റ്റംബറിലാണ് അഭിഷേകിൻ്റെ ബർത്ത്ഡേയും വരുന്നത്. അതിന് 1 മാസം മുന്നെയാണ് മരിക്കുന്നത്. ഓക്കെ, അഭിഷേകിന് ശരിക്കും 3 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരണപ്പെടുന്നത്. 3rd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് അമ്മ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള ഒരു അഭിഷേക് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? വ്യത്യാസമാണ്. അവനത് അത്രയും 3rd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴും അവനത് ഉൾക്കൊള്ളാൻ പറ്റി. അമ്മയില്ല, അമ്മ മരിച്ചു എന്ന്. പക്ഷേ അവന് ഏറ്റവും സങ്കടം അവനെ ഇളയ കുട്ടിയെക്കുറിച്ചായിരുന്നു. അവനെ ഇപ്പം 3rd സ്റ്റാൻഡേർഡ് വരെ സ്കൂളിൽ വിട്ടത് അവൻ്റെ അമ്മയാണ്. അപ്പം അതുണ്ട്. അപ്പം ഇളയ കുട്ടി എങ്ങനെ, അവൾക്കൊരാഗ്രഹമില്ലേ? പക്ഷെ ആരോടും ഒരു പരാതിയോ പരിഭവങ്ങളോ ഒന്നും ഇല്ലാതെ ശരിക്കും ഉള്ളിൽ ഇത്രയും വിഷമങ്ങളുള്ള ഒരു അഭിഷേകനാണെന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ ഒരു ലെറ്റർ എസോർനോയിൽ ഒതുക്കാം എന്ന് പറഞ്ഞ ലെറ്റർ ആണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞപ്പോൾ ലാലേട്ടന് പോലും അത്രയും വിഷമം ഉണ്ടാക്കിയ
ഒരു എപ്പിസോഡ് തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ലെറ്ററിൽ ഇത്ര എഴുതിപ്പുള്ള അങ്കിളിൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അറിഞ്ഞിരുന്നില്ല ഇവന് ഉള്ളിൽ ഇത്രയും വിഷമങ്ങളും ഇതുകൊണ്ട് ഇത്രയും ഓർമ്മകൾ വെച്ചിട്ടുണ്ടെന്ന് എനിക്കല്ല. ഞാനും ആ ലെറ്റർ വായിക്കുമ്പോഴാണ് മനസ്സിലാക്കിയത് ഇവൻ ഇത്രയേ ഉള്ളൂ. കാരണം എവിടെയെങ്കിലും എക്സാമിനൊക്കെ പോകുമ്പോഴേ ഞാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കേടാ നീ അമ്മയുടെ ഫോട്ടോ നോക്കി തൊഴുതെന്ന് നോക്കുമ്പോൾ ഒന്നും മിണ്ടില്ല. അപ്പോൾ ഞാൻ അവരൊക്കെ മറന്നു കാണും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അത് പുറത്തവൻ പ്രകടിപ്പിക്കാറുമില്ല. ഉള്ളിലുണ്ടായിരുന്നുള്ള ആ ലെറ്റർ വായിച്ചപ്പോഴാണ് ഇത്രയും സങ്കടവും ദുഃഖങ്ങളും ഈ ഒരു നഷ്ടബോധം അവൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ശരിക്കും ആ ഒരു ലെറ്ററിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇമോഷണലി ഞാനും ഒരു എന്താ പറയുക പ്രേക്ഷകയാണ്. വായിച്ചപ്പോൾ എനിക്ക് ഒരു വിഷമം തോന്നി. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കള്ളത്തരമല്ല, അവനുള്ള കാര്യം മാത്രമേ പറഞ്ഞു. അങ്ങനെ ഒരു അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവന് സിമ്പതിയോ അല്ലെങ്കിൽ അവരുടെ അനുകമ്പ അങ്ങനെ കിട്ടത്തക്കവണ്ണമുള്ള ഒരു കാര്യം ആരോടും പറയാറുമില്ല. എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പം അറൗണ്ട് 18 വർഷത്തോളം ആവുന്നു. ഓരോ വർഷമാകുമ്പോഴും ഞാൻ പറയാം, ഇടാം ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിലും ഈ മൊബൈലിൽ വാട്സപ്പിലും ഇടുമല്ലോ നഷ്ടബോധം ഇങ്ങനെ ആദരാജ്ഞ ഇത് അങ്ങനെയൊക്കെ അമ്മയെക്കുറിച്ചൊന്ന് ഇടാമെന്ന് പറഞ്ഞാൽ വേണ്ട, ആരെ അറിയിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. മരിച്ചതും നഷ്ടവും നമുക്ക് തന്നെയുള്ളൂ, അത് നമ്മുടെ ഉള്ളിലിരിക്കട്ടെ, നമ്മൾ നാട്ടുകാരെ അറിയിക്കേണ്ട എന്നാവും പറയാറുള്ളതും. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു മീഡിയയിലും അത് ഇട്ടിട്ടുമില്ല. അപ്പോൾ അത്രയും ഉള്ളിൽ കൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാവും. കാരണം ഒരിക്കലും നികത്താനാവാത്തൊരു തന്നെയാണ് നമുക്ക്, അത് പറയാൻ പറ്റും. പക്ഷേ അതിലെഴുതിയ കുറേ വാക്കുകൾ ഞാൻ അങ്കിളിനോട് ചോദിക്കുകയാണ്. 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അമ്മ പഠിപ്പിക്കുമായിരുന്നു. അപ്പം ശരിക്കും ഭയങ്കര നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു മദറായിരുന്നു. അവൾക്ക് അത്യാവശ്യം പഠിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ബിസിനസ് ആയതുകൊണ്ട് ഞാൻ അങ്ങ് പുറത്തും വൈകിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഫുൾ ടൈം അവളായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല പറഞ്ഞു കൊടുക്കും, അടിയും കൊടുക്കും. അവനാ ചെറിയ കുട്ടികളുടെ ആ കുറുമ്പാതേ ഉള്ളൂ, പഠിക്കണോ അങ്ങനെയുള്ള സ്കൂളിൽ പോകുന്നത് തന്നെ മടി കാണിക്കുമ്പോഴേ അപ്പോൾ ഇരുന്ന് പഠിക്കാനുള്ള ഇത് കുറവുണ്ട്. അപ്പോൾ അവൾ വഴക്ക് പറഞ്ഞ് അടിച്ച് പിടിച്ചൊക്കെ ഇരുത്തി ഒക്കെ ചെയ്യും. അന്നേരം ഈ അസുഖത്തിൻ്റേതായ ചുമയാണ് കൂടുതൽ. ചുമയ്ക്ക് അതാണ് അവൻ ഇത് പറഞ്ഞത്. അത് പറഞ്ഞ കാര്യം സത്യം തന്നെ ആണ്. കാരണം അഭിഷേകിൻ്റെ അതിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആളുടെ ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാർ അത് സിമ്പതിയോടെ കാണും എന്നുള്ള രീതി ഉണ്ടായിരുന്നു. പക്ഷേ അപ്സര ചേച്ചിയുടെ അമ്മ വന്ന് ഹഗ് ചെയ്തു, ഞാനുണ്ട് അമ്മ എന്ന് പറഞ്ഞ ഒരു ശരിക്കും അത് വലിയൊരു കാര്യമാണ്. കണ്ടപ്പോൾ എനിക്ക് വിഷമായി. കാരണം അവൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, അത് സ്വന്തം അമ്മയെന്നാണ്. പക്ഷെ അത് ആ ഒരു സ്ഥാനത്ത് അവർ ചെയ്ത വലിയൊരു കാര്യമായിട്ടാണ് എനിക്കും തോന്നിയത്. അപ്പോൾ അമ്മ വന്ന് ഹഗ് ചെയ്യാണ്, ഞാനുണ്ട് മകനെ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം അത് കേട്ടപ്പം ശരിക്കും ഹേർട്ടായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. എപ്പോഴെങ്കിലും ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണോ ഇല്ല, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ ആരുമായിട്ടും ഇല്ല. അവൻ അത് ഉള്ളിൽ ഒതുക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആരോടും പറയില്ല. കൂട്ടുകാർക്ക് തന്നെ അറിയില്ല. അങ്ങനെ അവൻ്റെ വീട്ടിലാരെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് വരത്തുമില്ല. വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അവൻ്റെ അമ്മയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്, അത് കാണും. അന്നേരം അവർക്ക് അറിയുമല്ലോ. അതുമാത്രമല്ല ഇവൻ നിൽക്കുന്ന അവൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ, അത് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ ഈ മരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തൊട്ട് താമസിക്കുന്നത്. ആ സമയത്തും വീട്ടിലാരെയും വിളിച്ചിട്ട് വരാറുമില്ല. അവൻ അധികം ആരുടെ വീട്ടിൽ പോകാറില്ല. ഞാൻ അതും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരുടെ വീട്ടിൽ വിളിച്ചിട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ആരുടെ വീട്ടിൽ അധികം ആവശ്യമില്ലാതെ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പല്ല അവൻ പഠിക്കുന്ന സ്കൂളിലായാലും കോളേജിലായാലും അവിടെ കൊണ്ടും പിന്നെ എല്ലാവരും കൂട്ടം കൂടി പോയിട്ട് ആഹാരങ്ങൾ കഴിക്കുക, അതുള്ളൂ. അല്ലാതെ വേറെ ദുശീലങ്ങളും അങ്ങനെയുള്ളതൊന്നും ഇല്ല. അതുകൊണ്ട് ധൈര്യമാണ്, എവിടെ പോയാലും പ്രശ്നമില്ല. അതെ, അതിൽ എടുത്തു പറയുന്നുണ്ട് അമ്മയുടെ മകന് ഒരു ദുശീലവും ഇല്ല എന്ന് അഭിമാനത്തോടെ പറയാം എന്നുള്ള കാര്യം. അവൻ്റെ അമ്മയുടെ ആ പേര് കളഞ്ഞില്ല. ഇപ്പം ചിലർ പറയുമല്ലോ അമ്മ മരിച്ചു അതുകൊണ്ട് അവൻ വഴിതെറ്റിപ്പോയത്, അതാണ് അവനത് പറയുന്നത്, വഴിതെറ്റിപ്പോയത്. പക്ഷെ അതവൻ കളഞ്ഞില്ല. ആ അമ്മയ്ക്ക് പേരുദോഷം വരുത്തുന്നത് അവൻ വിചാരിച്ചു. അതിനനുസരിച്ചാണ് അവൻ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ആൾക്ക് ഇമോഷണലി എന്തോ പ്രശ്നങ്ങളുണ്ടോ പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അങ്കിൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സ്ട്രോങ് ആവണം, കുറച്ചും കൂടി സ്ട്രോങ് ആവണം എന്നുള്ള രീതിയിൽ. ശരിക്കും അങ്കിൾ അങ്ങനെ തോന്നാൻ എന്തായിരുന്നു കാരണം? എനിക്ക് തോന്നുന്നു അവൻ ആ പവർ റൂമിൻ്റെ ഇത് കിട്ടിയപ്പോഴാണ് ആ ടാസ്ക് വന്നല്ലോ ഒരു ഹോട്ടലിൽ. അത് വന്നപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അത് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഇപ്പം ഞാൻ പോയിരുന്നല്ലോ, അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് വരുന്ന ഗസ്റ്റുകൾ അവർ കംപ്ലയിൻറ്റ് പറയുന്നു, ഇവരൊട്ട് പറഞ്ഞാൽ കേൾക്കുന്നുമില്ല. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക്, പക്ഷെ അത് ആ ടാസ്ക് എന്ന് വെച്ചാൽ ആ ഹോട്ടലിൻ്റെ അതിനായിട്ട് ഇറങ്ങി ചെന്നു. അപ്പോൾ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് അത് ഭയങ്കര ടെൻഷനായി. ഞാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പല ടെൻഷനുണ്ടാവും, പല കാര്യം നമ്മൾ പറയുന്നതായിരിക്കും അവർ വരുന്ന ഗസ്റ്റിനെ നമ്മൾ സ്വീകരിക്കണം, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം നോക്കണം.
അപ്പോൾ അത് ഇതിലുള്ളതാണ്. പക്ഷെ അത് നിങ്ങൾ കുറച്ചുകൂടെ നല്ല രൂപത്തിൽ ചെയ്യാമായിരുന്നു. അപ്പോഴത്തേക്കും പറഞ്ഞു ഞാനങ്ങ് വല്ലാതായി, എനിക്ക് മൈൻഡൊക്കെ ഭയങ്കര വിഷയമായി, പ്രഷറൊക്കെ ഭയങ്കരമായിട്ട് വന്നു, എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല, അതിൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ടെൻഷനൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഭയങ്കരമായിട്ടും. അധികം ടെൻഷൻ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ടെൻഷൻ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആള് എങ്ങനെയാണ് ശരിക്കും വീട്ടിലൊക്കെ ഒരു ആളുടെ പ്രകൃതം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒന്നുമില്ല, വീട്ടിൽ ആരെങ്കിലും വന്നാൽ ജസ്റ്റ് വന്ന് കണ്ട് ഒരു ഇത് പറഞ്ഞിട്ട് പോകും. സൈലൻ്റായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവന് മൊബൈലാണ് അവരെല്ലാം ചെയ്തത്. പിന്നെ ഫുൾ ടൈം മൊബൈലും കൊണ്ട് റൂമിലിരിക്കുക, ടി വി കാണുക, പുറത്തുള്ള ഒരു കാര്യങ്ങൾക്കും ഇറങ്ങി പോകാറില്ല. അപ്പോൾ അപ്പൂപ്പനും അമ്മയുടെ കൂടെ താമസിക്കാൻ അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ ഉത്സവം നടന്നാൽ പോലും അവൻ അതിന് പോലും പങ്കെടുക്കാൻ പോകത്തില്ല. അവിടെ എന്ത് നടന്നാലും അവൻ റൂമിൽ. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടാണ് ഘോഷയാത്ര പോകുക, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു 5 മിനിറ്റ് വന്ന് നോക്കുന്നതല്ലാതെ അവൻ്റെ കൂടെ പഠിച്ച കുട്ടികളും സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും അവൻ്റെ കൂടെ പോകുന്നത്. അപ്പോൾ അതിലൊന്നും പങ്കെടുക്കാറില്ല. ഇപ്പോൾ നമ്മളൊരു വീടിനടുത്ത് തന്നെയാണ് ഒരു ഗ്യാരേജ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ രാവിലത്തെയും അല്ല ഉച്ചക്കലത്തെയും എല്ലാം ഫുഡ് വീട്ടിൽ തന്നെ കഴിക്കുന്നത് എല്ലാം അവൻ അമ്മൂമ്മയുടെ കൂടെ, ഉപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ താമസിക്കും. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ആർക്കും ഒന്നും പറഞ്ഞ ആളെ അങ്ങനെ പെട്ടെന്ന് തകർക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അതാണ് ഇത്രയും യെല്ലോ കാർഡ് കൊടുത്തിട്ട് പോലും ഒരു സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ചിട്ടുണ്ട്. ആള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ആ യെല്ലോ കാർഡ് കൊടുത്തപ്പോൾ ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ അന്നേരം തന്നെ ഇറങ്ങി പോരും. കാരണം നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അവൻ ഇങ്ങനെ തന്നെ അനങ്ങിയിട്ടില്ല. ഞാൻ വെച്ച് ചിലപ്പം കരയാം. പോകുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് അതിനകത്ത് കരഞ്ഞ് കാണിക്കാനോ അങ്ങനെ സിമ്പതി അങ്ങനെയുള്ള, പിന്നെ മറ്റേ ലേഡി ഇഷ്ടംപോലെ എല്ലാം മിക്സഡ് ആണല്ലോ. അപ്പോൾ അതിലുള്ള ആ വഴിതെറ്റുള്ള ഇതൊന്നും പോരുത്, ആൾക്കാരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്. പക്ഷെ അത് ഇതുവരെ അവൻ അങ്ങനെ തന്നെ പോകുന്നുണ്ട് അല്ലേ. പലപ്പോഴും അതിനകത്തുള്ള വഴക്കുകളിൽ പിടിച്ചു മാറ്റാറുള്ളത് നന്ദനയായിരുന്നു. അപ്പോൾ അങ്ങനെ നന്ദനെ പിടിച്ച് എപ്പോഴും അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാറുണ്ട്. അപ്പം നന്ദനെ കുറിച്ച് എന്തായിരുന്നു? എനിക്ക് ഒരു സിസ്റ്ററിൻ്റെ അവൻ്റെ ഒരു അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് അങ്ങനെ തോന്നിയിട്ടുള്ളൂ, അല്ലാതെ മറ്റൊരു രൂപത്തിലും തോന്നിയിട്ടില്ല. അവനും അങ്ങനെ കരുതിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൻ ബിടെക് MBA എല്ലാം പഠിച്ചപ്പോൾ ഇഷ്ടംപോലെ പെൺകുട്ടികൾ കൂടെയുണ്ട്, പ്ലസ് 2 തൊട്ടുകൊണ്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതുള്ളതായിട്ട് ഇതുവരെ എനിക്ക് അറിയില്ല. അഭിഷേകിന് ശരിക്കും റിലേഷൻഷിപ്പ് ഉണ്ടോ? അങ്ങനെയുള്ള എനിക്കല്ല, അവന് ഫ്രണ്ട്സിനൊക്കെ അറിയാതിരിക്കാം, ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയൊന്ന് പറയുകയോ വീട്ടിൽ വരുവോ കൂടെ പോകുമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കൂടുതൽ ഇവൻ്റെ ഈ സിസ്റ്റർമാർ ഇവരോടൊക്കെയാണ് പറയുന്നത്, അവർക്കേ അറിയത്തുള്ളൂ. എന്നോട് സംസാരിക്കാറില്ല ആ വിഷയത്തെക്കുറിച്ച്, അങ്ങനെയുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഇതിൻ്റെ ഇപ്പം അവന് ഏജ് 27 കഴിഞ്ഞു, ഈ പ്രായത്തിൽ ഞാൻ മാരേജ് ചെയ്തിരുന്നു, നിനക്ക് ഇല്ല എനിക്ക് ഇപ്പോഴെങ്കിലും വേണ്ട, ഇത് കഴിയട്ടെ, ഞാൻ എൻ്റെ ലക്ഷ്യമുണ്ട്, ഞാൻ ഒരു കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി എന്നുള്ളത്. അപ്പോൾ അവന് അങ്ങനെ അത് തന്നെ ഞാൻ മാരേജ് കഴിക്കണം തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിന് നിൽക്കത്തില്ലല്ലോ. ഓക്കെ. അഭിഷേകനെ നോക്കിയിരുന്നത് അഭിഷേകൻ്റെ എന്താണ് അമ്മയുടെ സിസ്റ്റർ ആയിരുന്നു നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി ആളെ അതായത് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും? അത് എനിക്ക് തോന്നുന്നു ഇവർ അസുഖമായിട്ടിരിക്കുമ്പോൾ, അഭിഷേകിൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ടിരിക്കുന്ന സമയത്ത് പഠിത്തം കഴിഞ്ഞ് തോന്നുന്നു. പഠിത്തം കഴിഞ്ഞാൽ അവിടുത്തെ കോയമ്പത്തൂർ സ്കൂൾ ലീവായിരുന്നു. ആ സമയത്ത് നാട്ടിൽ വന്നു നിന്നു. പിന്നെ ഇത് മരിച്ചു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഈ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീടിനടുത്ത് തന്നെയാണ് ഞങ്ങൾ വീട് സ്ഥലം വാങ്ങിച്ചിട്ട് താമസിക്കുന്നത്. അപ്പോൾ അമ്മൂമ്മ ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. അപ്പോൾ വീടിനടുത്തപ്പോൾ ഇവന് തമിഴേ അറിയത്തുള്ളൂ. അപ്പം മലയാളം പഠിക്കാൻ ഇവരുടെ വീടിനടുത്തൊരു അംഗനവാടിയുണ്ട്, അവിടെ ചേച്ചിയാണ് കൊണ്ടുവരുന്നു വേണ്ടുന്ന. പിന്നെ അവരോടാണ് കൂടുതൽ അവൻ തുറന്ന് സംസാരിക്കുന്നത്. എന്നോട് അധികം അങ്ങനെ സംസാരിക്കില്ല, കാരണം സ്കൂളിൽ പോയിട്ട് വന്ന വിശേഷങ്ങൾ ഞാനങ്ങനെ ചോദിക്കാറുമില്ല, എന്നോട് പറയാറില്ല. അവരോടാണ് സ്കൂൾ വിശേഷം അവർ ചോദിക്കുകയും ചെയ്യും. കൂടുതൽ അമ്മമാരാണല്ലോ ഈ പോയിട്ട് ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നത്. അഭിഷേകേട്ട് അതിൽ പറയാറുണ്ട്, PTA മീറ്റിംഗ് ഒക്കെ വരുമ്പോഴൊന്നും അമ്മ ഇല്ലായിരുന്നു, അപ്പോൾ അച്ഛൻ വരുന്നതിനോട് വലിയ താല്പര്യമില്ല, കാരണം എല്ലാവരും ചോദിക്കും, അങ്ങനെ ശരിക്കും ഒഴിവാക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്. പേരൻസ് മീറ്റിങ്ങിന് അവൻ പറയുമ്പോൾ ഞാൻ പോകാറുമില്ല. അവൻ പക്ഷേ വരേണ്ട കാര്യമില്ല എന്ന് പറയും. പിന്നെ സ്കൂൾ ലെവലിൽ പഠിക്കുമ്പോൾ പ്രോഗ്രസ് കാർഡ് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ നോക്കിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കും. പിന്നെ എനിക്ക് തോന്നുന്ന കോളേജ് ലെവലിൽ തന്നെ ഞാൻ ഒരു ട്രിപ്പേ ഞാൻ കോളേജിൽ പേരൻസ് മീറ്റിംഗ് പോകും. അത് സ്ട്രിക്റ്റായിട്ട് പേരൻസ് വരണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമേ ഞാനത് ഒരു ട്രിപ്പേ പോയിട്ടുള്ളൂ. 4 വർഷം എഞ്ചിനീയറിംഗ് ഉള്ളതിൽ ഒരു ട്രിപ്പേ ഞാൻ പേരൻസ് പോയിട്ടുള്ളൂ. സ്കൂൾ +2 +1 +2 ഞാൻ പോയിട്ടേ ഇല്ല. അതിന് പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പ്രോഗ്രസ് കാർഡ് ഉണ്ട്. പിന്നെ അവൻ അങ്ങനെ ഒരു സ്കൂളിൽ ഇപ്പം പേരൻസിനെ വിളിച്ച് വരുത്തി ഇത് ചെയ്യേണ്ട അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും സ്കൂളിലും കോളേജിലും ഉണ്ടാക്കി വെച്ചിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വന്നില്ല അവനത്. പിന്നെ അവൻ അങ്ങനെയുള്ള ഇതിന് നിന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത്. പക്ഷെ ആ ഒരു ലെറ്ററിൽ
ശരിക്കും കുറേ കാര്യങ്ങൾ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അപ്പോൾ ഇതുവരെയും അങ്കിളിനോട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇതുവരെ അങ്കിളിനോട് പറയാത്ത കാര്യങ്ങളായിരിക്കും അതിനകത്തുള്ളത് അല്ലേ? അപ്പം അതിനെക്കുറിച്ച് എന്താണ് ശരിക്കും? അവനങ്ങനെ പറയാത്തതെന്ന് വെച്ചാൽ അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതെനിക്ക് മനസ്സിലായില്ല. പിന്നെ അവൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, എല്ലാം ഉള്ളിൽ ഒതുക്കി ഇരുന്നു. അത് ആ ലെറ്റർ കൂടി ബിഗ് ബോസ് എന്ന ഈ ഒരു ഇതിൽ കൂടി ലാലേട്ടൻ്റെ മുന്നിൽ അവൻ അത് നല്ല രൂപത്തിൽ അത് അവതരിപ്പിച്ചു. അതൊരു സിമ്പതിക്ക് വേണ്ടിയിട്ടല്ല, അവൻ്റെ ഉള്ളിലുള്ളത് അവൻ അതൊരു ആ ഭാരം ഒന്ന് ഇറക്കി വെച്ചതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. എത്ര നാളെ നമുക്ക് ഉള്ളിൽ ഒതുക്കാൻ പറ്റുക എന്ന് തോന്നിയുള്ളൂ. അതുകൊണ്ട് പറയേണ്ടി വന്നു അല്ലേ? പക്ഷേ ഇതിന് ശേഷം ഒരുപാട് അമ്മമാരെ കിട്ടിയിട്ടുണ്ട് അഭിഷേകിന്. അതൊരു വലിയ കാര്യമാണല്ലോ, കാരണം ഒരുപാട് പേരെ അംഗീകരിച്ചിട്ടുണ്ട് ഒരു മകനായിട്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ ഒരു അച്ഛനെന്ന രീതിയിൽ മകനെ ഇത്രയും സ്നേഹിക്കുന്ന അമ്മമാരുണ്ടായി. ഇന്നലെ ഞാൻ അവിടെ ചെല്ലുമ്പോഴും അവൻ്റെ കൂടെയുള്ള കുട്ടികളെല്ലാം പറഞ്ഞത് ആദ്യം വരുമ്പോൾ ഇവനെ അവർക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. യെല്ലോ കാർഡ് കിട്ടിയപ്പോഴൊക്കെ അതില്ലാത്ത ഒരു കറുത്ത മാർക്കിങ് ചെയ്യുന്നുണ്ടല്ലോ എലിമിനേഷന്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി അവരാർക്കും അവനെ ആ സമയത്ത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലായി ഇവൻ ഇത്രയേ ഉള്ളൂ, ഇത് പാവമാണെന്ന് അവർ ഇന്നലെ അത് പറയുകയും ചെയ്തു. ഇപ്പോൾ അവന് അവിടെ അവരെ എല്ലാവരെയും വലിയൊരു നല്ല സുഹൃത്തായിട്ട് നല്ല രൂപത്തിലാണ് മാറി നിൽക്കുന്നത്. പിന്നെ വരുന്ന അമ്മമാരെല്ലാം അവനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട് അവിടെ വരുന്നവർ. കാരണം ആ സങ്കടം അവന് വന്ന് അവരുടെ മക്കളെ കെട്ടിപ്പിടിക്കാൻ അവനെ മനസ്സ് നോവരുതെന്നുള്ള ഇതുകൊണ്ട് വിഷമിക്കുന്നതുകൊണ്ട് അവർ അവനെ നല്ല രൂപത്തിൽ ഇത് വിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം വന്ന സമയത്ത് കുറച്ച് ആക്റ്റീവായിരുന്നു, പിന്നീടായപ്പോൾ കുറച്ച് ആക്ടിവേഷൻ കുറഞ്ഞ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്കിളിൽ എന്താ തോന്നിയത്, ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ അഭിഷേകായിട്ടും കളിക്കാമെന്ന് തോന്നിയിട്ടുണ്ട്? പിന്നെ ആ യെല്ലോ കാർഡ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് ആ യെല്ലോ കാർഡ് കിട്ടിയപ്പോൾ അവൻ പേടിച്ചിട്ടായിരിക്കും. കാരണം ലാലേട്ടൻ പറയുന്നുണ്ട് അടുത്ത ആഴ്ച ഞാൻ വരുമ്പോൾ റെഡ് കാർഡുമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അത് ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ ഉള്ളൂ, അല്ലാതുള്ള പെർഫോമൻസ് ഇല്ല. പക്ഷെ അവൻ എന്താ മനസ്സിലാക്കിയെന്ന് അറിയില്ല, അവൻ പിന്നെ മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയി. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ അവനെന്താ വെച്ചാൽ അവന് എലിമിനേഷൻ എല്ലാ ആഴ്ച എലിമിനേഷൻ അവരറിയുന്നില്ല എത്ര അവന് പ്രേക്ഷകരുണ്ടെന്ന് അവൻ അറിയുന്നില്ല. പക്ഷെ നമ്മൾ പുറത്തേക്ക് നമുക്കറിയാമല്ലോ കുഴപ്പമില്ല എന്നുള്ളത്. എങ്കിലും അവൻ പിടിച്ചു നിന്നു, അവൻ അതിലെല്ലാം തരണം ചെയ്ത് കയറി വന്നു എന്നുള്ള. പിന്നെ ഇന്നലെ ഞാൻ സംസാരിച്ചു, നീ എന്താ കൂടുതൽ ഇല്ല എനിക്ക് ആവശ്യമില്ലാത്ത വള്ളിക്കെട്ട് അങ്ങനെയാണ് പറഞ്ഞത്, വള്ളിക്കെട്ടിലൊന്നും പിടിക്കാൻ താല്പര്യമില്ല. കാരണം അവരങ്ങനൊന്നും അല്ല വളർന്നത്, അല്ലാതെ എല്ലാ പ്രശ്നങ്ങൾക്കും പോയി തലയിടുക അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കാരണം ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം അങ്ങനെയുള്ള ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം എന്താ പറയുക, ബിഗ് ബോസിനകത്ത് ചെല്ലുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ലോ, എല്ലാ കാര്യങ്ങളിലും ഇടപെടണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരാറുണ്ട് പലപ്പോഴും. അങ്ങനെ നോക്കുമ്പോൾ അങ്കിളിന് എന്താ പറയാനുള്ളത്? പക്ഷേ എനിക്ക് പറയാനുള്ള അവൻ എല്ലാ പ്രശ്നങ്ങളും ഇടപെടണം, പക്ഷെ അവനത് താല്പര്യമില്ല. നമ്മളായിട്ട് അങ്ങനെ പിന്നെ അവരറിയുന്നില്ലല്ലോ പുറത്തെന്താ നടക്കുന്നത്, നമ്മുടെ കാഴ്ചപ്പാടല്ലല്ലോ അവരതിനകത്തുള്ളിലുള്ളപ്പോൾ എല്ലാവരും ഇടപെടുന്നുണ്ട്. പിന്നെ അതൊരു വിഷയം വേണ്ട എന്നുള്ള ഇതാണ്. അവൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അവൻ സ്ട്രോങ് ആണ്, അത് ഞാൻ കാണുന്നുണ്ട്. പിന്നെ അവൻ്റെ ടാസ്കുകളിലെല്ലാം മാക്സിമം അവൻ ഇതുണ്ട്. പിന്നെ ആ ഒരു വിഷയം വന്നത് നമ്മുടെ ഋഷിയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തിന് വേണ്ടി ബൗളിങ് ചെയ്യുന്നത്, അത് അവന് കിട്ടാൻ വേണ്ടിയിട്ട് അല്ല, ഒരു ബോൾ എറിയാൻ പറ്റാഞ്ഞിട്ടല്ല, അത് അവന് വേണ്ടി ഞാൻ ചോദിച്ചാൽ പറഞ്ഞു അവന് വേണ്ടി ഞാൻ അത് ഒഴിഞ്ഞു കൊടുത്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ സായി പറയുന്നുണ്ട് അവൻ ബോൾ പിടിച്ചെറിയുന്നത് കണ്ടപ്പോഴും ഇവൻ തന്നെ വിന്നാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവൻ ചെല്ലുമ്പോൾ ദിശ തെറ്റിപ്പോവുക. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ അത് ആ ഋഷിക്ക് തന്നെ അത് കിട്ടട്ടെ, അങ്ങനെ ഞങ്ങളൊരു എഗ്രിമെൻ്റ് എന്നല്ല, ഞാൻ വാക്ക് കൊടുത്തിരുന്നു നീ തന്നെ ക്യാപ്റ്റൻ ആകുന്നു, അതിനുവേണ്ടി ഞാൻ ചെയ്തതാണെന്ന് എന്നോട് പറഞ്ഞു. വാക്ക് പറഞ്ഞാൽ അതേപോലെ പാലിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. പുള്ളി ശരിക്കും അഭിഷേകേട്ടൻ എന്താ പഠിച്ചിരുന്നത്? ബിടെക് MBA. ബിസിനസ് ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. ബിസിനസ് ഉണ്ട് എനിക്ക്. ഞങ്ങൾ നേരത്തെ ഹോസ്പിറ്റലായിട്ട് എൻ്റെ സിസ്റ്ററോട് ചേർന്ന് ഞങ്ങൾ ഹോസ്പിറ്റലായിട്ട് കോയമ്പത്തൂർ വെച്ചു, അത് തന്നെയായിരുന്നു ബിസിനസ്. ഹോസ്പിറ്റലൈറ്റിസ് ഐറ്റങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്യുക. അത് പിന്നെ കേരളത്തിലേക്ക് എല്ലാം നമ്മൾ പ്രശ്നമായി വന്നു കഴിഞ്ഞപ്പം അവൻ്റെ അമ്മയുടെ പേരിലാണ് ഞാനത് തുടങ്ങിയത്. അനി എന്നാണ് അവൻ്റെ അമ്മയുടെ പേര്, അത്രയേ ഉള്ളൂ. അത് കല്യാണം വരെ അവരുടെ മാര്യേജ് വരെ അവരെ വീട്ടിൽ വിളിച്ചിരുന്ന അനിക്കുട്ടാന്നാണ്. അവർക്ക് 3 പെൺപിള്ളേരാണ്, അവരുടെ സിസ്റ്റർ ഉണ്ട്. അപ്പം ആണില്ലാത്തതുകൊണ്ട് വിളിച്ച് ചുണക്കുട്ടിയായതുകൊണ്ട് അവരെല്ലാം അനിക്കുട്ട എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ പേര് മറ്റേ അനി ശ്രീകുമാർ എന്നാക്കി. ഇപ്പം പിന്നെ മരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് ബിസിനസ് പേരിടുന്ന അനി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നാണ്. അതിൻ്റെ പേരിലാണ് ഹോസ്പിറ്റൽ ഐറ്റങ്ങൾ ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഒരു രീതിയിലും ഒരു സിമ്പതി വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ.
അപ്പോൾ അങ്ങനെ നോക്കുമ്പം ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിമ്പതി വേണ്ട, ഞാൻ അതിന് വേണ്ടിയിട്ടല്ല പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഗസ്റ്റായിട്ട് വന്ന ഒരാൾ പറഞ്ഞൊരു കാര്യമാണ് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, വെറുതെ ഇരിക്കുകയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അഭിഷേകയുടെ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയെന്ന്. അത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അവന് പറഞ്ഞു ആ സമയത്തുള്ള അവൻ്റെ മൈൻഡ് തീരെ ശരിയില്ലായിരുന്നു. കാരണം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. ആ ഒരു സമയത്ത് അവനെന്തോ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു മാനസികമായിട്ട്. അതിലാണ് അവന് അങ്ങനെ ഇരുന്നത്. അല്ല, പിന്നെ അത് മാത്രമല്ല, അവിടെ എപ്പോഴും അങ്ങ് വലിയ പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളെല്ലാം അവിടെ കണ്ടപ്പോഴും അവനങ്ങ് ഒരുമാതിരി എന്തോ അവന് മൈൻഡ് ശരിയല്ലാതായാൽ അതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഉള്ള ടാസ്കിലെല്ലാം അവൻ നല്ല മാക്സിമം അവൻ പങ്കെടുക്കുന്നുണ്ട്. ആണ്. അപ്പം അധികം കയറിയ സമയത്ത് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ഫ്രണ്ട്സായിട്ട് കണക്ട് ചെയ്യും, ക്യാരക്ടറിന്ന് ചേഞ്ച് ആയതുപോലെ അങ്കിളിന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം അവന് എൻ്റെ ഉദ്ദേശം അവന് ഒരു ദിവസമെങ്കിലും അതിന് നിൽക്കാൻ പറ്റിയത് അവൻ്റെ ഒരു കഴിവ് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവന് ഇഷ്ടംപോലെ ഫ്രണ്ട്സായിട്ടുണ്ട്. എല്ലാവരും ഓരോരുത്തർ സിസ്റ്ററിൻ്റെ എല്ലാം അവൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിരിക്കുന്നത്, അവർ വിളിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. അഭിഷേകേട്ടൻ ഇവിടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ പല ആൾക്കാരുടെയും ക്യാരക്ടർ ചേഞ്ച് ചെയ്യാറുണ്ട്. മീൻസ് ഇവിടെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അവിടെ പോകുമ്പോൾ, ഇപ്പോൾ അതിലുള്ള വേറെ പേര് ഞാൻ പറയുന്നില്ല, ഇവിടെ ഭയങ്കര എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയ അത്രയും ആക്റ്റീവായിട്ട് നിന്ന ഒരാൾ അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു ഫാമിലിയിൽ എനിക്കൊരു ബോണ്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചേഞ്ച് വന്നതായിട്ട് അങ്കിളിന് തോന്നുന്നുണ്ടോ? ഒരു മകനിൽ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ അങ്കിൾ ആഗ്രഹിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അവന് കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. നേരത്തെ നല്ല ഫ്രണ്ട്സ് ഇഷ്ടംപോലെ ഉണ്ട്. വീട്ടിൽ പെരുമാറും പുറത്ത് പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴാണ് അവന് കൂടുതൽ സന്തോഷം കിട്ടുന്നത്. വീട്ടിൽ ഞങ്ങളങ്ങനെ എല്ലാ ഫംഗ്ഷനൊന്നും പോകാറില്ല. പോയ ഒരാളോ രണ്ടുപേരോ അങ്ങനെ പോകാറുള്ളൂ. കൂടുതൽ സമയത്ത് അവൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകാറ്. കാരണം അത് ഞാൻ ചിന്തിക്കുന്നത് അവൻ്റെ മനസ്സിലുള്ള ആ കാര്യങ്ങളെല്ലാം മറക്കാനും കുറച്ച് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ ഫ്രണ്ട്സായിട്ട് പോകുന്നത്. അല്ലാതെ വഴിതെറ്റി അങ്ങനെയുള്ള പോകുന്നതല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ കൂടുതൽ കൺട്രോൾ ചെയ്യാറില്ല. പോവുകയാണെങ്കിൽ പോയിട്ട് എവിടെ പോയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സന്ധ്യ കൂടുതൽ ഇരുട്ടരുത്, അതിനുമുമ്പ് ഒരു 6-7 മണിയാകുമ്പോൾ. കാരണം അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ കൂടെ നിൽക്കുന്നത്, അവർ പ്രായമുള്ളവരാണ്. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ ആ സമയത്ത് വീട്ടിൽ വരണം. അത് ചെയ്യുന്നുണ്ട്. രാവിലെ പോയാൽ വൈകിട്ട് വരും, അതേ ഉള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോകും. ഈ ബിഗ് ബോസിൽ പോകാന്ന് പറഞ്ഞപ്പം എന്താ അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞത്? എന്താ? അവരോട് പറഞ്ഞില്ല. അവരുടെ ലക്ഷ്യം എപ്പോഴും ഇത്രയും പഠിച്ചതല്ലേ, ഒരു ജോലിക്ക് പോകണം, അവിടുത്തെ കുട്ടി അങ്ങനെ പോയി, ഇപ്പുറത്തെ കുട്ടി ഈ ജോലിക്ക് പോകുന്നു, നിനക്ക് മാത്രം ജോലിയില്ല, നീ എന്താ ഇങ്ങനെ നടക്കുന്നത്, നിനക്ക് ജോലി ശ്രമിച്ചൂടെ എന്ന് പറയും. അപ്പോൾ അവൻ പറയും ഞാൻ സിനിമ ഇപ്പോൾ നീ ആരാ, മോഹൻലാലാണോ എന്ന് വരെ ചോദിക്കും. അപ്പോൾ അവൻ്റെ ഒരു ഉള്ളിലൊരു ലക്ഷ്യമുണ്ട്. അത് അവൻ അപ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് അപ്പനും അമ്മയോട് ഒട്ടും പറഞ്ഞില്ല. അവരൊന്നും ജോലി കിട്ടട്ടെ എന്നേ അവർ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ ഇപ്പോൾ പോയി കഴിഞ്ഞിട്ട് അവർക്ക് സന്തോഷമായി. അവൻ അതിനുള്ള ശ്രമമായിരുന്നല്ലോ, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആ സമയത്ത് അത് പോയി. ഇപ്പോൾ ഇത്രയും നേരം ഇപ്പോൾ അവർ TV ഒന്നും കാണാറില്ലായിരുന്നു, ഇപ്പോൾ അവൻ്റെ പ്രോഗ്രാം എല്ലാം കാണുന്നുണ്ട്. സന്തോഷമാണ്. ശരിക്കും ആരോടും പറയാതാണോ പോയത്? അച്ഛനോട് മാത്രമാണോ പറഞ്ഞത്? അല്ലല്ല, എല്ലാവരോടും എല്ലാം പറഞ്ഞാനുള്ള തയ്യാറെടുപ്പ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം. അവൻ്റെ അമ്മയുടെ ചേച്ചി, അവർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ചേർന്നാണ് അവന് പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇന്ന ഡ്രസ്സുകളൊക്കെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതിനുള്ള തയ്യാറെടുപ്പ് എല്ലാവരും അറിഞ്ഞു, ആരും അറിയാതൊന്നുമില്ല. ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ്. അതെ 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 അതെ. ഈ ബിഗ് ബോസിൽ പോകണം എന്ന് ഈ സീസണിലല്ലാതെ മുന്നേ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോകണം എന്നുള്ള കാര്യം? ഇല്ല, അത് ഇതിൻ്റെ തുടക്കം വന്നപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഇതിൽ പങ്കെടുക്കണം എന്ന്. പിന്നെ കൂടുതലും എൻ്റെ സിസ്റ്ററോട് ഇവിടെ എറണാകുളത്ത് വരുമ്പോൾ എപ്പോഴും ഇവരോട് ആ കാര്യങ്ങൾ കൂടുതലും ഈ സിനിമയെ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അവർ തമ്മിലാണ് ചർച്ച. എന്നോട് അധികം പറയല്ല, ഞാനത് അധികം കേൾക്കാറുമില്ല. എനിക്കത്ര താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, കാരണം അവൻ്റെ ഇതെന്ന് വെച്ചാൽ ചുമ്മാ സമയം കളയുന്നു, സമയം വേസ്റ്റാക്കുന്നു എന്നുള്ള ലക്ഷ്യത്തിൽ ഞാനത് ശ്രമിക്കാറില്ല. ഇവിടെ വന്നാണ് സിസ്റ്ററോടും ഈ കുട്ടികളോടുമൊക്കെ ഇവരോട് തന്നെ ഇത് ചർച്ച ചെയ്ത് പല കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പൊ ഹാപ്പി അല്ലേ? ബിഗ് സ്ക്രീനിൽ ഒരുപാട് പേര് കാണുന്ന ഒരു ഷോയാണ്. അപ്പം അതിൽ സ്വന്തം സ്റ്റേറ്റ്മെന്റ് മാത്രം പുലർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അച്ഛനമ്മക്കൻ. അപ്പൊ അതിൽ ഭയങ്കര അഭിമാനമുണ്ട്. കാരണം അവനിൽ കൂടെയാണ് ഇപ്പം ഞാൻ ആരാന്നുള്ള അറിഞ്ഞ ഇപ്പം അവൻ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം ഇത്രയും ദൂരത്ത് നമുക്ക് അവിടെ ചെന്ന് ഇത്രയും പ്രേക്ഷകർ കാണാൻ നമുക്ക് അവനോട് സംസാരിക്കാനും എല്ലാം പറ്റിയത്. അത് അവനിൽ കൂടെ ആയതിൽ വളരെ സന്തോഷം. അവൻ്റെ പേരിലാണല്ലോ, അഭിഷേകിൻ്റെ അച്ഛൻ എന്നുള്ള ഇതിലാണല്ലോ ഞാൻ അറിയപ്പെടുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛന് മകന് പറ്റി ഒരു പ്രൗഡ് മൂമെൻറ്റ് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഇത് തന്നെ,
ഇത് തന്നെ ഈ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ അവൻ വരാൻ പറ്റി, അത് വലിയൊരു അഭിമാനം. ഇത്രയും പേര് എത്ര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത്രയും ആൾക്കാർ, എത്ര പ്രേക്ഷകരാണ് കാണുന്നത്. ലോകം ഒട്ടുക്കുള്ള മലയാളികളും അല്ലാത്ത, കാരണം അവൻ കോയമ്പത്തൂർ പഠിച്ച അവൻ്റെ കൂടെ അറിയുന്ന തമിഴ് ആൾക്കാരും ഉണ്ട്, അവരും കാണുന്നുണ്ട്. അഭിഷേകിനെ അറിയുന്നവർ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ വലിയ ഇത് തന്നെ ഒരു അഭിമാനമായി കരുതുന്നു. കാര്യമാണ്. ഭയങ്കരമായിട്ടും എന്താ സന്തോഷം തോന്നിയ ഒരു കാര്യം കൂടിയാണല്ലോ. ഓക്കെ, അപ്പം മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകേട്ടൻ്റെ ഒരു എപ്പോഴെങ്കിലും ഒരു മീൻസ് എന്താണ് ഈ വീട്ടിലുണ്ടായിട്ടുള്ള കാര്യം, ഒരു കുസൃതിയോ അല്ലെങ്കിൽ അങ്കിളിന് എപ്പോഴും മൈൻഡിൽ പെട്ടെന്ന് ഓർക്കാൻ പറ്റിയ ഒരു കാര്യം ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ? ചെറിയ വയസ്സിൽ, അതായത് അവൻ്റെ അമ്മയൊക്കെ ഉള്ള സമയത്ത് അവൻ്റെ അമ്മ പഠിപ്പിക്കും, ഇവൻ ശ്രദ്ധിക്കില്ല. അപ്പോൾ കൂടുതൽ അങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് കോയമ്പത്തൂരിൽ വെച്ചിട്ട് കതവ് തുറന്ന് സന്ധ്യസമയം ഒരു 7 മണിക്ക് കഥ തുറന്ന് ഇറങ്ങിപ്പോകുന്ന പറഞ്ഞാൽ ഇവൻ കൂളായിട്ട് ഇറങ്ങി ഗേറ്റും തുറന്നിട്ട് നീ പഠിക്കുന്നില്ല താല്പര്യമില്ല അങ്ങോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇവൻ ഗേറ്റ് തുറന്ന് ഇങ്ങനെ നടന്നു പോകും. അപ്പം കുറേ ദൂരം പോകുന്നുണ്ട്, ഇരുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് അവൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെയ്യുന്നത്, നീ ചെന്ന് വിളിക്കാൻ. അവൻ്റെ അമ്മയാണ് പുറകെ പോയത്. അപ്പോൾ ചെന്ന് വിളിക്കുമ്പോൾ നീ എന്താ ഇങ്ങനെ പോകുന്നത്? അച്ഛൻ പറഞ്ഞില്ല ഇറങ്ങിപ്പോ. ഞാനങ്ങ് പോയി. എവിടെ പോകുന്നു അതൊന്നും എനിക്കറിയില്ല. അത് എപ്പോഴും ഒരു ഓർമ്മയിൽ നിൽക്കുന്നതാണ് അല്ലേ. ഇനി നമുക്ക് ബിഗ് ബോസിനകത്ത് പോയിട്ടുള്ള വിശേഷങ്ങളൊന്ന് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് പോയി? നല്ല, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല. അവിടെ ചെല്ലുമ്പോഴേ അതിൻ്റെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചു. അതിനകത്ത് കയറിയപ്പം എല്ലാ കിളി പറന്നു പോയി. അതുമാത്രമല്ല, അവിടെ ഒരു മണിക്കൂർ ഇരുന്നപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇത്രയും ദിവസം ഇവർ പിടിച്ചു നീ ഇവരെ സമ്മതിച്ചു. കാരണം ടൈം അറിയില്ല, ഡേറ്റ് അറിയില്ല, ഏത് ദിവസമാണെന്ന് അറിയില്ല. പിന്നെ മറ്റു പുറം ലോകങ്ങളായിട്ട് ഒരു ന്യൂസ് ഒന്നും അറിയുന്നില്ല, ആരെയും കാണുന്നില്ല. ഇവർ ഇപ്പം 13 പേരെ ഉള്ളെങ്കിൽ ഈ 13 പേരുടെ മുഖം മാത്രമേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രശ്നമല്ല, അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. കാരണം അത്രയ്ക്കാണ് അവർ ഇത് ചെയ്യുന്നത്. പിന്നെ ആഹാരങ്ങൾ, അവർ ഫുഡ് അവർ തന്നെ വെച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കുന്ന ആ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അഭിഷേകം അധികം പച്ചക്കറി അങ്ങനെ കഴിക്കില്ല. അവന് എപ്പോഴും ഈ നോൺ വെജിലെ ഐറ്റം മീൻ കഴിക്കാറില്ല, ബാക്കിയുള്ളതേ കഴിക്കുള്ളൂ. പക്ഷെ അതൊന്നും അവിടെ കിട്ടത്തില്ല. അവർ കൊടുക്കുന്ന റേഷനുണ്ട്, അതല്ലേ ഉള്ളൂ. അപ്പോൾ ഫുഡിൻ്റെ ഒരു കുറവുണ്ട്, ആ ഒരു ക്ഷീണവും ഉണ്ട്. അവന് മാത്രമല്ല, അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും അത് അറിയാനുണ്ട്. അച്ഛൻ്റെ ഒരു ബോണ്ട് പറയുന്നുണ്ടല്ലോ, ശരിക്കും അങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നതായിരുന്നു നിങ്ങളുടെ ബോണ്ട് എന്ന് പറയുന്നത്? അതെ അതെ, ഫ്രണ്ട്ലി ആയിരുന്നു അല്ലേ. അപ്പം വീട്ടിലും അങ്ങനെ തന്നെ ഫ്രണ്ട്ലി ഒരു ഞാൻ വഴക്ക് പറയേണ്ടായിരുന്നു, വഴക്ക് പറയും. ചിലപ്പോൾ ഞാനും അവനോട് നല്ല വഴക്കുണ്ടാവും. വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഞാൻ കുറേ മിണ്ടായിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെ ഒന്നും അറിയാത്ത മാതിരി വന്ന് അച്ഛാ അങ്ങനെ ഇങ്ങനെ ബിസിനസ് കാര്യമാണെങ്കിൽ അതൊക്കെ സംസാരിച്ച് അങ്ങ് അന്നേരം ഞാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ, പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സിൽ ഇത്ര വിരോധമൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഒന്നും വെക്കാറില്ല. ഒരു കൂട്ടത്തിലാണ് അല്ലേ. അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു അഭിഷേകിന് കുറച്ചും കൂടി ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നതും കുറെ ക്യാരക്ടർ എങ്ങനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അവൻ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് കാര്യം ആ ലെറ്ററിൽ തന്നെ ഉണ്ട് കുറെ കാര്യങ്ങളൊക്കെ അല്ലേ മനസ്സിലാക്കാൻ പറ്റി ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും പറയാനുള്ളത്? പറയാനുള്ള അവന് ഇത് തന്നെയാണ് അവൻ്റെ സ്വപ്നം. അതെല്ലാം അതുപോലെ സാക്ഷാത്കരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മൂവിയിലൊക്കെ അതുകൊണ്ട് ചെറിയ ചെറിയ വേഷങ്ങളുണ്ട്. ഇനിയിപ്പം എത്രയായാലും ഇതിലൊരു പേരായല്ലോ, ഇത്രയും പ്രേക്ഷകർ അറിയപ്പെടുന്ന ഒരാളായല്ലോ, അതിനനുസരിച്ചുള്ള ഒരു നല്ല ഒരു ഇത് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ആഗ്രഹിക്കുന്നു. പ്രതീക്ഷകളെല്ലാം മുന്നോട്ട് പോകട്ടെ. നല്ലൊരു മകനാണ്. അതേപോലെ സിനിമയിലെ ഒരാഗ്രഹം വളർന്നു വലുതാവട്ടെ, സിനിമയിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമസ്കാരം.